നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം. പ്രവാസികളുടെ നെഞ്ചിൽ തീകോരിയിട്ട നടപടിയെടുത്തവർ തന്നെ ഇപ്പോൾ സ്വയം ആശയക്കുഴപ്പത്തിലാണ്. അതങ്ങനെയാണ്. എത്ര കാലം കഴിഞ്ഞാലും ചില കാര്യങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നേരിടേണ്ടി വരും, അല്ലെങ്കിൽ പ്രതിസന്ധി നേരിടേണ്ടി വരും. നേരത്തെ സ്വദേശിവൽക്കരണത്തിന്റെ വേഗം കുറയ്ക്കാൻ സൗദി എടുത്ത നടപടികൾ ഇടുത്തി പോലെയാണ് ഒരുപാട് പേരെ ബാധിച്ചത്. ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടമാകുമോ എന്ന ആശങ്കയുണ്ടായി. സ്വദേശിവൽക്കരണം വരുമ്പോൾ പുറത്തു പോകേണ്ടി വന്നവരടക്കം ഒരുപാട് ചോദ്യമായി തന്നെ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. ഇപ്പോൾ സൗദിക്ക് തന്നെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാക്കാനാകാതെ പോകുന്നുണ്ടോ എന്ന് സംശയം തോന്നും ചില വാർത്തകൾ കണ്ടാൽ. വിദേശികളെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നതിനെ തുടർന്ന് തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഒഴിവാക്കാനായി സ്വദേശിവൽക്കരണ അനുപാതം പുനഃക്രമീകരിക്കാൻ സൗദി ആലോചിക്കുകയാണ്. വിദേശികൾ കൂട്ടത്തോടെ തിരിച്ചു പോകുന്ന മേഖലകളിലും വിദഗ്ധരായ സ്വദേശികളില്ലാത്ത മേഖലകളിലും സൗദിവൽക്കരണത്തിന്റെ വേഗം കുറയ്ക്കാനാണ് നീക്കം. ഈ രംഗങ്ങളിൽ സ്വദേശികളെ നിയമിക്കുന്നതിനുള്ള അനുപാതം കുറയ്ക്കുന്നതിന് സംബന്ധിച്ച പഠനം നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനം. അപ്പോൾ ഇനിയൊരു കൃത്യമായ പഠനമുണ്ടാകും. ആ പഠനത്തിന് ശേഷം മാത്രമേ സ്വദേശിവൽക്കരണം എന്ന സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകൂ. അങ്ങനെയെങ്കിൽ നിലവിലുള്ള സാഹചര്യം തുടരാനായാൽ നിലവിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നവർക്ക് ആശ്വാസത്തിന് വകയുണ്ട്. ക്ലീനിങ്, പ്ലംബിംഗ്, ബാർബർ, കശാപ്പ്, ഇലക്ട്രീഷ്യൻ, പെയിന്റിംഗ്, മെക്കാനിക്ക്, കാർ റിപ്പയറിംഗ്, കൃഷി, എയർ കണ്ടീഷൻ റിപ്പയറിംഗ്, വെൽഡിംഗ്, ഹെവി എക്യുപ്മെന്റ്, ലോറി ഡ്രൈവിംഗ്, കെട്ടിട നിർമ്മാണം, റോഡ് പണി, കാർഗോ, വസ്ത്രം, അലക്കൽ, ഇസ്തിരിയിടൽ, കാൽ കഴുകൽ, മലിനജല നിർമ്മാർജ്ജനം, ടൈലറിംഗ്, എംബ്രോയിഡറിംഗ്, പാദരക്ഷ വിൽപ്പന എന്നീ മേഖലകൾക്കാണ് സൗദി സ്വദേശികളെ കിട്ടാനില്ലാത്തത്. ഈ രംഗങ്ങളിൽ സ്വദേശികളെ പരിശീലിപ്പിച്ച് നൈപുണ്യം ഉണ്ടാക്കുന്നത് വരെ സൗദിവൽക്കരണത്തിൽ ഇളവ് കൊടുക്കാനാണ് ആലോചന. അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ പല മേഖലകളിലും ജോലി ചെയ്യുന്നവർക്ക് ആശ്വാസമാക്കും പുതിയ തീരുമാനം. ഏതായാലും വീണ്ടും സൗദിവൽക്കരണവുമായി സൗദി അറേബ്യ മുന്നോട്ട് പോകുമോ, അടിയന്തരമായി പഠനം നടത്തി തീരുമാനം ഉണ്ടാക്കുമോ എന്നതൊരു ചോദ്യം തന്നെയാണ്. എങ്കിൽ പോലും ചിലർക്കെങ്കിലും തൽക്കാലം ആശ്വാസത്തിന് വകയുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.